ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എഗ് റോൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് കഴിച്ചാലും മതി വരാത്ത ഒരു കിടുക്കാച്ചി എഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ കഴിച്ചാലും മതി വരാത്ത ഒരു കിഡു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിനായിട്ട് വേണ്ടത് 2 മുട്ടയാണ്. അത് അവിച്ച് അല്ലെങ്കിൽ പുഴുങ്ങി തോട് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു വലിയ സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല, ഏകദേശം 1/4 ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം സവാള അത്യാവശ്യം കുഴഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നമ്മൾ നിറച്ചെടുത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാലപ്പൊടി, അത് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലുണ്ട് കേട്ടോ. കൂടാതെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി. ഇവ 4 കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതായത് ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസൊക്കെ മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നത് വരെ വേണം വഴറ്റാൻ. അതുപോലെ തന്നെ സവാള കൂടുതലായിട്ടങ്ങ് വഴണ്ടു പോകാനും പാടില്ല, നമുക്ക് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിന് വേണം സവാളയും വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മസാലക്കൂട്ട് മൂത്ത് അതിൻ്റെ ഒരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഭാഗം ഒരല്പം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ 1/3 ഭാഗം ഒരല്പം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റാം. അപ്പോൾ ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ ഈ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങും. ഈ സമയം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ എഗ് റോൾ ഫില്ലിംഗ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മുട്ടയുണ്ടല്ലോ, അത് നമുക്കൊരു തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വേവിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ശേഷം അതിന് മേലെയായിട്ട് ഒരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഒരുപോലെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ വിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ നമ്മൾ ഈ എഗ് റോൾ തയ്യാറാക്കാനായിട്ട് 2 ചപ്പാത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞ് ആ ഒരു മുട്ടയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് റൗണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.